അമേരിക്കയിലെ നാഷണൽ ചിൽഡ്രൻസ് ആശുപത്രിക്ക് UAEയുടെ സാമ്പത്തിക സഹായം. US സന്ദർശനത്തിനിടെ ആശുപത്രി സന്ദർശിച്ച ശേഷം ഇന്നലെയാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ $35 മില്യൺ ആശുപത്രിക്ക് സംഭാവന നൽകിയത്. ആരോഗ്യരംഗത്ത് കുട്ടികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി നിരവധി പദ്ധതികൾ നടപ്പാക്കിയ UAE അതിന്റെ തുടർച്ചയായാണ് വാഷിംഗ്ടൺ നാഷണൽ ചിൽഡ്രൻസ് ആശുപത്രിക്ക് കാരുണ്യഹസ്തം നീട്ടിയത്. കഴിഞ്ഞ ദിവസം ഷെയ്ഖ് മുഹമ്മദ് നാഷണൽ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന ഇമറാത്തി കുടുംബങ്ങളെയും കുട്ടികളെയും അദ്ദേഹം സന്ദർശിച്ചിരുന്നു. വികാരഭരിതനായാണ് UAE പ്രസിഡന്റ് കുട്ടികളുമായി സംവദിച്ചത്. ഇന്ത്യയിൽ സംഗീത പരിപാടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൾഡ് പ്ലേ UAEയിലേക്കും. ഇത് 4ാം തവണയാണ് കോൾഡ് പ്ലേയുടെ സംഗീത പരിപാടിക്ക് UAE വേദിയാകുന്നത്. അബുദാബിയിൽ ജനുവരി 9, 11, 12, 14 തീയതികളിലാണ് പരിപാടി. എല്ലാ ഷോയും സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് നടക്കുക. 44,600 പേർക്കാണ് ഷോയിൽ പ്രവേശനമുള്ളത്. ഒരു ദിവസത്തെ പരിപാടിയാണ് ആദ്യം നിശ്ചയിച്ചതെങ്കിലും ടിക്കറ്റിന് ആവശ്യക്കാർ കൂടിയതോടെയാണ് ഒരേ വേദിയിൽ 4 തവണ പരിപാടി അവതരിപ്പിക്കാൻ തീരുമാനിച്ചത്. വേട്ടയുടെയും പോരാട്ടത്തിന്റെയും വീര്യമുണർത്തുന്ന അൽ അസൈൽ എക്സിബിഷൻ 3ാം പതിപ്പിന് ഷാർജയിൽ തുടക്കമായി. ദൈദ് എക്സ്പോ സെന്റർ കേന്ദ്രീകരിച്ചാണ് പ്രദർശനം. രാജ്യത്തിന്റെ പൈതൃകവുമായി അഭേദ്യ ബന്ധമുള്ള ചില ചിഹ്നങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് അൽ അസൈൽ എക്സിബിഷൻ. ഫാൽക്കൺ, വേട്ടമൃഗങ്ങൾ, കുതിര, ഒട്ടകസവാരി തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ വൈവിധ്യം കാണുന്നതിന് ദിവസവും 100 കണക്കിന് പേരാണ് എക്സിബിഷൻ നഗരിയിലെത്തുന്നത്. 250 സ്ഥാപനങ്ങൾ, സ്റ്റാളുകൾ ഇവിടെ തുറന്നിട്ടുണ്ട്. ഹിസ്ബുല്ല തലവൻ ഹസൻ നസ്രുള്ളയെ വധിച്ചുവെന്ന അവകാശവാദവുമായി ഇസ്രായേൽ. ബെയ്റൂത്തിലെ ഹിസ്ബുല്ല ആസ്ഥാനത്തേക്ക് നടത്തിയ ആക്രമണത്തിൽ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ സൈന്യം എക്സിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത്. 3 പതിറ്റാണ്ടായി ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറലാണ് ഹസൻ നസ്രുള്ള. അബ്ബാസ് അൽ മുസാവി കൊല്ലപ്പെട്ടപ്പോൾ 1992-ൽ 32-ാം വയസ്സിലാണ് ഹിസ്ബുള്ള തലവനായി ഹസൻ നസ്രുള്ള എത്തുന്നത്. എന്നാൽ ഹിസ്ബുള്ളയോ ലെബനൻ അധികൃതരോ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. റിയാദ് രാജ്യാന്തര പുസ്തകമേളയ്ക്ക് തുടക്കമായി. 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2000-ലധികം സൗദി, അറബ് രാജ്യാന്തര പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളും ഏജൻസികളും പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കും. ഒക്ടോബർ 5 വരെയാണ് പുസ്തകമേള. സന്ദർശകർക്ക് സാഹിത്യവും സാംസ്കാരിക പൈതൃകം, ചരിത്രം, വൈവിധ്യമാർന്ന കലകൾ എന്നിവ മേളയുടെ ഭാഗമായി പ്രദർശിപ്പിക്കും. വിവിധ രാജ്യങ്ങളുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും കുറിച്ച് മനസ്സിലാക്കാനും അതത് പവലിയനിലൂടെ സാധിക്കും. ഒമാനിൽ തൊഴിൽ നിയമലംഘനം നടത്തിയ 1500 പേർ അറസ്റ്റിലായി. ദോഫാർ ഗവർണറേറ്റിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗം നടത്തിയ പരിശോധനയിൽ ജൂൺ 21-നും സെപ്റ്റംബർ 21-നും ഇടയിൽ 1594 തൊഴിൽ നിയമലംഘകരെ പിടികൂടിയതായി മന്ത്രാലയം അറിയിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി തൊഴിൽ മന്ത്രാലയം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ പരിശോധന നടത്തി. തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും നിർദ്ദേശങ്ങൾ നൽകുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. തൊഴിലാളികളെയും പൊതുജനങ്ങളെയും അണുവികിരണ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള നൂതന സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം റേഡിയേഷൻ നേച്ചർ വിഭാഗം തലവൻ ഡോക്ടർ മിഷാരി അൽ നുമൈനിയെ അറിയിച്ചു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് റേഡിയോ ആക്റ്റീവ് മെഡിക്കൽ മാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണത്തിന് നൂതന രീതി അവലംബിക്കുന്നതെന്ന് അദ്ദേഹം കുവൈറ്റ് ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു.